ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു കുഞ്ഞു ഉച്ചയൂണ് കറികളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാട്ടാ. നമ്മൾ 2025 കടന്നുല്ലേ. അപ്പം എത്ര പെട്ടെന്ന് ആ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ള ഒരു വർഷമായി തീരട്ടെ 2025. സമയം ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ലോണം മഴക്കാറും ഉണ്ട്. അധികം വെളിച്ചമൊന്നുമില്ല. ഇന്ന് നല്ല തണുപ്പാണ്. അപ്പം ഇന്ന് ഇച്ചിരി നേരം വൈകിട്ടാണ് എഴുന്നേറ്റുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് ദോശമാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പം അത് വെച്ച് ദോശ ഉണ്ടാക്കുക. പിന്നെ 1-2 പുട്ട് കൂടി ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പം അതേ നമ്മൾ ദോശ കുറച്ച് മാവുള്ളൂ. അപ്പം അതിലേക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് 1-2 പിടി നാളികേരവും അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളക് കാന്താരി മുളകാണ് അടുത്തുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതൊന്ന് കടുക് വറുത്ത് പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ആ ചട്നി ഒന്ന് അരച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉഴുന്നൂടാട്ടാ. അപ്പം അതൊന്ന് മൂപ്പിച്ച് താളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ദോശ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അത് ഒന്നും ചെയ്തില്ല, അങ്ങനെ എടുത്തു വെച്ചു. പിന്നെ ഇന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പം അതെന്തായാലും വീണ്ടും പിടിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ ദോശക്കല്ല് നന്നായി കഴുകി അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തു. എള്ളെണ്ണ പുരട്ടുക. എള്ളെണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട നമ്മളിതേ ഒഴിച്ചു. എന്നിട്ട് ഒന്ന് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചിക്കിയെടുക്കണം കേട്ടോ. അപ്പം ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കല്ലിൽ ദോശ ഒട്ടിപ്പിടിക്കണമെങ്കിൽ ആ ഒട്ടിപ്പിടിച്ച ദോശയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കല്ലൊന്ന് തുടച്ചെടുത്ത് കുറച്ച് എള്ളെണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചിക്കിയെടുക്കുക. എന്നിട്ട് ഈ ചിക്കിയെടുത്ത മുട്ട നമ്മളൊരു കോട്ടൺ തുണിയിലാക്കിയിട്ട് ആ കോട്ടൺ തുണി ഒന്ന് ചെറുതായി കെട്ടി അത് വെച്ചിട്ട് അത് എണ്ണയിൽ മുക്കി എണ്ണ നന്നായി പുരട്ടിയിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിയെടുത്താൽ ഒട്ടും ദോശ പിടിക്കില്ല കേട്ടോ. ഇപ്പം ഞാൻ കോട്ടൺ തുണിയിലൊന്നും ആക്കിയിട്ട് തുടച്ചെടുത്തിട്ടില്ല. മുട്ട ചിക്കി എടുത്തിട്ട് അത് എടുത്തിട്ട് അതിലേക്ക് പിന്നെ എണ്ണ പുരട്ടിയിട്ട് സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഇങ്ങനെയായാലും കുഴപ്പമില്ല, ദോശ പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. മുട്ട ചിക്കി എടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ നന്നായി പിടിക്കണമെങ്കിൽ ആ ചിക്കിയെടുത്ത മുട്ട ഒരു കോട്ടൺ തുണിയിൽ ഇട്ട് കെട്ടിയിട്ട് അത് വെച്ചിട്ട് എണ്ണയിൽ മുക്കിയിട്ട് എണ്ണ പുരട്ടി ദോശ ഉണ്ടാക്കിയാലും മതിയാവും. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേ ദോശ ഇനി പിടിക്കൊന്നുമില്ല. സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ നല്ല ഇതിൽ കിട്ടും കേട്ടോ. അപ്പം ഇന്ന് അധികം മൊരിഞ്ഞ ദോശ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ കുറച്ച് മാവേ ഉള്ളൂ. അപ്പോൾ സാധാരണ അങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ദോശയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന്. അപ്പോൾ അതേ ദോശ ഉണ്ടാക്കി. പിന്നെ അതേ നമ്മൾ ചട്നി. അപ്പോൾ കുറച്ച് ദോശമാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കി. പിന്നെ 1-2 പുട്ടും ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊന്നും കൂടി പുറത്ത് വന്നപ്പോൾ നല്ലോണം മഴക്കാറുണ്ട്. ചെറുതായി ഒന്ന് ഇങ്ങനെ തൂളി വരുന്നുണ്ട് കേട്ടോ മഴ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ പതിവ് പണികൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികൾ ഉണ്ടാക്കണത്. ഇവിടെ സ്കൂളൊന്നും തുറന്നിട്ടില്ല. അപ്പം അത്യാവശ്യം നല്ല തണുപ്പ് ആയി തുടങ്ങിയിട്ട്. അപ്പം കാലത്തൊന്നും പുറത്ത് നിൽക്കാൻ പറ്റില്ല, അത്ര തണുപ്പായി തുടങ്ങി. പിന്നെ ഒഴിച്ചുകറിയായിട്ട് കായും പരിപ്പാണ് ഉണ്ടാക്കുന്നത്.
അപ്പം അതിനായിട്ട് ഞാനൊരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പിടി പരിപ്പും. അപ്പം അത് വെച്ച് ഒരു എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം അത് മീൻ കറി ഉണ്ടാക്കാം, മീൻ വറുത്തതും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തോരനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എല്ലാം കൂടിയായ ഒട്ടും ചിലവാവില്ല കറികളൊന്നും. അപ്പോൾ ഇതേ കായൊക്കെ അരിഞ്ഞെടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഒരു പിടി പരിപ്പും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കറിലേക്ക് നമ്മൾ ഇതേ കഴുകിയെടുത്ത പരിപ്പും അതുപോലെ തന്നെ കായും പിന്നെ പൊടികളെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കുക്കർ അടച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു ഏകദേശം 1/2 മുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരവും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കാന്താരിമുളകും ഒരു 1/2 സ്പൂൺ ഉണ്ടാവും ചെറിയ ജീരകവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പം അത് ഇട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കേണ്ട, ഒരുവിധം നന്നായി ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ നാളികേരമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കായും പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ടു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തു. ഇനി അതൊന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളിതേ കടുകും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും മൂപ്പിച്ച് ഇതേ താളിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കണം. അപ്പം അതിലേക്കുള്ള നാളികേരം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും നാളികേരം കേട്ടോ. അപ്പം അത്രയും നാളികേരം എടുക്കണുള്ളൂ. അതിലേക്ക് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും ഇത് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം എരിവിന് ആവശ്യമുള്ള മുളക് പൊടി എടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഞാൻ പാല് പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് ചെയ്യണത്. അപ്പം ഇതേ മീൻകറി വയ്ക്കാനുള്ള മൺചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ അരച്ച് എടുത്തുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നാളികേരവും ചെറിയുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയാണ് എടുത്തുള്ളത്. നല്ലോണം വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചുറ്റിച്ച് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 മുറി നാളികേരത്തിൻ്റെ ഒരു 2 ടേബിൾ സ്പൂണ് എടുത്തിട്ട് അരച്ചെടുത്തു നല്ലോണം. ബാക്കിയുള്ള നാളികേരത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യം ആയിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് അടിച്ചെടുത്ത് അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് അരച്ച നാളികേരവും ബാക്കിയുള്ളത് നാളികേരപ്പാലുമാണ്. പിന്നെ പുളിക്ക് കുടംപുളിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും കുറച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇത്രയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം അതും കൂടി ഇട്ട് കറി ഇനി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതെൻ്റെ അമ്മയുടെ മീൻ കറീന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അമ്മ ആദ്യം വാട്ടിയെടുക്കൊന്നുമില്ല, ഇതുപോലെ അങ്ങനെ ഇഞ്ചി പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ ചതച്ചിടുകയുള്ളൂ. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കണം ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതേ നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ മീൻ ഇട്ട് എടുക്കണം. അപ്പോൾ അരിക്കണം, അത് കിങ് ഫിഷാണ് എടുത്തുള്ളത്. അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തെടുത്ത മീൻ അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് തീ നല്ലോണം കൂട്ടി വെച്ച് ഒരു 3-4 മിനിറ്റ് നല്ലോണം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അത് തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വറ്റി വരട്ടെ. മീൻകറി ആകുമ്പോഴേക്കും കുറച്ച് മീനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മുളക് വരട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ മീൻ വറുക്കാനായിട്ടുള്ളേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി 1-2 ചെറിയുള്ളി
പിന്നെ കറിവേപ്പില ഇത്രയൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു 1/2 സ്പൂണൊക്കെ ഉണ്ടാവും കുരുമുളക് പൊടി കൂടിയിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാൻ നല്ല വലിയ മീനൊക്കെ ഇണങ്ങി ഇങ്ങനെ മസാല പുരട്ടിയെടുക്കും. ചെറിയ മീനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ, കുറച്ച് ചെറുനാരങ്ങ നീരും. അപ്പം കിങ് ഫിഷ് ഒക്കെ ആയ കാരണം അപ്പം നല്ലോണം മസാലയ്ക്ക് ഒന്ന് പുരട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ അതേ ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ട് നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീനിട്ട് നല്ലോണം മസാല വരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാട്ടോ. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കിങ് ഫിഷ് ആയിരുന്നു. അപ്പം അങ്ങനെ മസാല ഒക്കെ പുരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം മസാല പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഇതേ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ ഒന്ന് മീൻ വറുത്തെടുക്കണത്. അപ്പോൾ കുറച്ച് നേരം മസാലയൊക്കെ പുരട്ടി വെച്ച് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മീനൊക്കെ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അത് പോലെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മീനിട്ടിട്ട് പിന്നെ ചെറിയ തീയിലാക്കിയിട്ട് അപ്പുറം ഇങ്ങനെ കുറച്ച് നേരം അപ്പുറം മറിച്ചിട്ട് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി കറിവേപ്പിലയും മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് അതൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ കാച്ചി ഇനി അതൊന്ന് മാറ്റി വയ്ക്കുക. മീനും അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് മീൻ ഓരോ സൈഡും ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട്, അതിലേക്ക് നല്ല മാങ്ങ അച്ചാറുണ്ട്, കായും പരിപ്പും കൂടിയുള്ള എലിശ്ശേരി ഉണ്ട്, പിന്നെ മീൻ വറുത്തതും മീൻ കറിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.